ദ്വാരപാലക ശില്പങ്ങൾ വീണ്ടും സ്വർണം പൂശാൻ ഉത്തരവിറക്കിയപ്പോഴും ചെമ്പുപാളികളാക്കി. സ്വർണം എന്ന വാക്ക് ബോധപൂർവം ഒഴിവാക്കിയെന്ന് സംശയിക്കാവുന്നതാണ് ഉത്തരവിലെ വരികൾ. സ്വർണം പൂശിയ ചെമ്പുപാളികളുടെ അറ്റകുറ്റപ്പണിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി തയ്യാറാണ് എന്ന് ബോർഡ് യോഗത്തെ അറിയിച്ചു എന്നാണ് ഉത്തരവിലുള്ളത്. എന്നാൽ തീരുമാനം വ്യക്തമാക്കുന്ന ഉത്തരവിന്റെ ഭാഗത്ത് ഇത് ചെമ്പുപാളികളായി മാറി. ബിനിൽ വിശദ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ബിനിൽ, ഗുഡ് മോർണിംഗ്. വളരെ വിദഗ്ധമായ പദ്ധതികൾ, പ്ലാനിങ് തുടക്കം മുതൽ ഉണ്ടായിരുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവല്ലേ ഇത്? ഗുഡ് മോർണിംഗ് മോത്തി. ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട ഓരോ ഉത്തരവുകൾ പരിശോധിക്കുമ്പോഴും അതിൽ പലതരത്തിലുള്ള അവ്യക്തതകൾ പുറത്തേക്ക് വരികയാണ്. പലപ്പോഴും ഈ സ്വർണം പൊതിഞ്ഞിട്ടുള്ളത് എന്നത് ഒഴിവാക്കി വെറും ചെമ്പുപാളികളാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം 2019 കൊടുത്തുവിട്ടതിലാണ് ഇപ്പോൾ ദേവസ്വം ഉദ്യോഗസ്ഥരടക്കം അഴിക്കുള്ളിൽ കിടക്കുന്നത്. ഇപ്പോൾ 2024 അതായത് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് വീണ്ടും അതിന്റെ അറ്റകുറ്റപ്പണികൾക്കായി സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് അയക്കാൻ തീരുമാനിച്ച ആ നിർണായകമായ തീരുമാനത്തിലും ഈ ഉത്തരവിൽ പലതരത്തിലുള്ള അവ്യക്തതകളുണ്ട്. അതെ, സ്വർണം എന്ന വാക്ക് ബോധപൂർവം ഒഴിവാക്കിയെന്ന് സംശയിക്കത്തക്ക രീതിയിലാണ് അതിലെ വാചക ഘടനകൾ ഉള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് 2024 അന്നത്തെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ഇപ്പോൾ അറസ്റ്റിലായി റിമാൻഡിലുള്ള മുരാരി ബാബുവാണ് വീണ്ടും അത് അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന ആവശ്യവുമായി ആ ദേവസ്വം ബോർഡിന് റിപ്പോർട്ട് നൽകുന്നതെന്നതാണ് മനസ്സിലാക്കുന്നത്. ആ റിപ്പോർട്ടാണ് ദേവസ്വം ബോർഡ് പരിഗണിച്ചത്. അതിൽ ആദ്യ വാചകങ്ങളിൽ കൃത്യമായി പറയുന്നുണ്ട്, ശബരിമല ദേവസ്വത്തിൽ ശ്രീകോവിലിന് മുന്നിലുള്ള ചെമ്പിൽ പൊതിഞ്ഞ് സ്വർണം പൂശിയിട്ടുള്ള ദ്വാരപാലക ശില്പത്തിന്റെ അറ്റകുറ്റപ്പണികൾ സ്പോൺസർ ചെയ്യുന്നതിന് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഭക്തൻ സന്നദ്ധത അറിയിച്ചിട്ടുള്ള സാഹചര്യത്തിലും വർഷത്തെ ശബരിമല സീസൺ മുൻപായിട്ട് ഈ അറ്റകുറ്റപ്പണികൾ സമയബന്ധിതമായി തീർക്കേണ്ടതിന്റെ ആവശ്യകത കണക്കിലെടുത്തും സ്പോൺസറുടെ പൂർണ്ണ ചെലവിൽ അതോടൊപ്പം തന്നെ ഒരു വാചകം കൂടി ചേർത്തിട്ടുണ്ട്, പൊതുപണപ്പിരിവ് കൂടാതെ. അതായത് ഹൈക്കോടതി നേരത്തെ ഒരു ഉത്തരവിറക്കിയിരുന്നു, ശബരിമലയിലെ പേരിൽ നടക്കുന്ന ഒരു കാര്യത്തിനും പൊതുപണപ്പിരിവ് പാടില്ല. അതായത് ദേവസ്വം ബോർഡിന് മാത്രമേ സംഭാവനകൾ സ്വീകരിക്കാനുള്ള അവസരമുള്ളൂ, മറ്റൊരു വ്യക്തിക്കും ഇത്തരത്തിൽ പൊതുപണപ്പിരിവ് നടത്താൻ കഴിയില്ല എന്നത് 2019 ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റു പലരിൽ നിന്നും ഇതിന്റെ പേരിൽ പണം വാങ്ങിയിട്ടുണ്ട്. അത് കുറ്റകരമായി മാറുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പൊതുപണപ്പിരിവ് കൂടാതെ എന്ന വാചകം ദേവസ്വം ബോർഡ് എഴുതി ചേർത്തിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ദ്വാരപാലകരുടെ മെയിൻ്റനൻസിനും സ്വർണം ആവശ്യകത പൂശൽ ജോലികൾക്കുമായി നിലവിൽ പൊതിഞ്ഞിട്ടുള്ള ചെമ്പുപാളികൾ ചെന്നൈയിലെ ഫാക്ടറിയിൽ, അതായത് നിലവിൽ പൊതിഞ്ഞിട്ടുള്ള ചെമ്പുപാളികൾ എന്നാണ് ഈ ഉത്തരവിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ പറയുന്നത്. യഥാർത്ഥത്തിൽ അവിടെ നിലവിൽ സ്വർണം പൊതിഞ്ഞിട്ടുള്ള ചെമ്പുപാളികൾ അല്ലെങ്കിൽ സ്വർണം പൂശിയിട്ടുള്ള ചെമ്പുപാളികൾ എന്ന് പറഞ്ഞാലും അത് കൃത്യമാകും. കാരണം നിലവിലുള്ള ദ്വാരപാലക ശില്പത്തിലെ ചെമ്പുപാളികളിൽ സ്വർണം പൂശിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ എങ്ങനെയും വ്യാഖ്യാനിക്കാവുന്ന രീതിയിൽ, അതായത് ചെമ്പുപാളികളാണ് കിട്ടിയതെന്ന് വ്യാഖ്യാനിക്കാവുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നത്. പോലും അവിടെ ഒരു തരി പോലും ഉണ്ടാവാൻ പാടില്ല എന്ന് മനഃപൂർവ്വമായി വിചാരിച്ച് തന്നെ അങ്ങനെ എഴുതിയിട്ടുള്ളത് പോലെ ഉണ്ട്. ബിനിൽ മോത്തി, അത് 2019 മുതൽ ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഈ സ്വർണം ചെമ്പായി മാറുകയാണ്. അതിൽ ഉദ്യോഗസ്ഥരുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് 2 മുൻ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർമാർക്ക് ഇപ്പോൾ ജയിലിൽ കഴിയേണ്ടി വരുന്നത്. പിന്നീട് മറ്റ് പല ഉദ്യോഗസ്ഥരിലേക്കും ഈ അന്വേഷണം പോകുന്നത്. ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ മുൻ സെക്രട്ടറി എസ് ജയശ്രീ അടക്കം SIT വിളിപ്പിച്ചതിന് പിന്നാലെ കോടതിയിലെത്തി മുൻകൂർ ജാമ്യം തേടേണ്ടി വരുന്നതും ഈ തരത്തിൽ ഈ അവ്യക്തതകളോടുകൂടി, അതായത് സ്വർണം പൊതിഞ്ഞതും സ്വർണം പൂശിയതുമായ ചെമ്പുപാളികളെ വെറും ചെമ്പുപാളികളാക്കി മാറ്റി ഉത്തരവിറക്കി. അതിനെ ഏത് രീതിയിലും വ്യാഖ്യാനിച്ച് ഈ സ്പോൺസർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അതിനെ കൊണ്ടുവന്നത് കൊണ്ടാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന്റെ 2019 ഒരു വ്യത്യാസമുണ്ട്. അത് നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്ന വ്യത്യാസം തന്നെയാണ്. കാരണം ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ, വിജിലൻസ് ഓഫീസർ, ഡിപ്പാർട്ട്മെന്റ് സ്മിത്ത് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലും മേൽനോട്ടത്തിലും, അതായത് തിരുവാഭരണം കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തി അത് തിരിച്ചു കൊണ്ടുവരണമെന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. അതെന്തായാലും നന്നായി. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇഷ്ടമുള്ളതുപോലെ ഒരു മാസം കൈവശം വെച്ച് അത് വീണ്ടും പൂശിക്കൊണ്ടുവരാനുള്ള ഒരു അവസരമാണ് ഒരുക്കിയത്. പക്ഷേ
അതെന്തായാലും ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ പരാതിക്കിടവരാത്ത വിധം അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന വാചകം കൂടി ചേർത്തിട്ടുണ്ട്. പക്ഷേ ഈ ഉത്തരവിന്റെയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് ഈ സ്വർണം എന്ന വാക്ക് പലയിടത്തും മിസ്സിംഗ് ആവുന്നു എന്നതാണ്. അതായത് നമ്മൾ ഈ ചില പരീക്ഷകൾക്കൊക്കെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് എന്ന് പറയുന്നത് പോലെ അവിടെ ഒരു വാചകം അവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് സ്വർണം എന്ന വാചകമാണ്. അതാണ് പല സംശയങ്ങൾക്കും ഇട നൽകുന്നത്. നിലവിലെ ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിലും ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ചിലരുടെ റിപ്പോർട്ടുകൾ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് അതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത്. നമുക്കറിയാൻ കഴിയുന്നത് ഈ 2024 ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയത് അത് അറ്റകുറ്റപ്പണികൾക്ക് അയക്കണമെന്ന നിർദ്ദേശം അല്ലെങ്കിൽ ആ റിപ്പോർട്ട് വരുന്നത് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള മുരാരി ബാബു നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എന്നതാണ്. ആ റിപ്പോർട്ടിലും ഈ സ്വർണം എന്നത് ഒഴിവാക്കി ചെമ്പ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നത് എന്നതാണ് വെളിവായി വരുന്നത്. എന്തായാലും ബോർഡിന്റെ ഉത്തരവിലും ഇത് ചെമ്പായി മാറുകയാണ്. അവിടെയാണ് സംശയങ്ങൾക്ക് ഇട നൽകുന്നത്. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള എങ്ങനെയും വ്യാഖ്യാനിക്കാവുന്ന രീതിയിൽ, അതായത് കയ്യിൽ കിട്ടിയത് ചെമ്പാണ് എന്ന് സ്പോൺസർക്ക് അവകാശപ്പെടാൻ കഴിയുന്ന രീതിയിൽ ഈ രീതിയിലേക്ക് ഈ ഉത്തരവുകൾ മാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. സ്വർണം ചെമ്പായി മാറുന്ന വളരെ വിചിത്രമായ ചില നടപടിക്രമങ്ങളാണ് ശബരിമലയിൽ നടന്നതെന്ന് നമുക്ക് ഇതിനോടകം മനസ്സിലായി. ഒരുപാട് പേരിലേക്ക് ഈ അന്വേഷണം എത്തുന്നുണ്ട്. ഇനി എല്ലാവരിലേക്കും ഇത് വളരെ കൃത്യമായി എത്തുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. എല്ലാവരിലേക്കും വളരെ കൃത്യമായി ഇത് എത്തട്ടെ. സ്വർണം ചെമ്പായി മാറാനുള്ള ഇവരുടെയൊക്കെ വ്യഗ്രത എന്തിനു വേണ്ടിയായിരുന്നു എന്നത് ഇതോടുകൂടി മനസ്സിലായി. ഇനി ഈ നടവരവ് എന്ന രീതിയിൽ എല്ലാ മണ്ഡലകാലത്തും അടക്കം എത്ര സ്വർണമാണ്, പണത്തിൻ്റെ കാര്യം നമുക്ക് മാറ്റിവെക്കാം, സ്വർണമാണ് നടവരവായി വന്നിട്ടുള്ളത്. ഇതൊക്കെ ഓരോ സീസണിലും കൃത്യമായി തന്നെ തൂക്കി നോക്കി രേഖപ്പെടുത്തി സൂക്ഷിച്ച് ലോക്കറിൽ വെച്ചിട്ടുണ്ടോ? ഇതിൻ്റെയൊക്കെ കണക്ക് എങ്ങനെയാണ്? ഇത് എത്രത്തോളം സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്? ചില സുരക്ഷാ കാരണങ്ങളാൽ പലതും വെളിപ്പെടുത്തരുത് എന്നൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അങ്ങനെ സുരക്ഷാ കാരണങ്ങൾ പരിഗണിക്കുകയാണ് എങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെയും സുരക്ഷാ കാരണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, എല്ലാം തൂക്കി രേഖപ്പെടുത്തി മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഒരു അന്വേഷണത്തിൻ്റെ ആവശ്യമില്ലേ? അതിലേക്കും കടക്കണ്ടേ? ഈ കട്ട്ളയും വാതിലുകളും പൂശിയത് മാത്രം, അതിൽ മാത്രമായി ഇത് ഒതുങ്ങി നിൽക്കാൻ പാടുണ്ടോ? അങ്ങനെയൊക്കെ ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്ന് പതിവ് ചോദ്യങ്ങൾ ഒരുപാട് ഉയരുന്നുണ്ട്. ഏതായാലും ഈ വാർത്തയുടെ വിശദ വിവരങ്ങൾ പങ്കുവച്ചത് ബിന്നിലാണ്. നല്ല ദിവസം ആശംസിക്കുന്നു. ദ്വാരപാലക ശില്പങ്ങൾ വീണ്ടും സ്വർണം പൂശാൻ ഉത്തരവ് ഇറക്കിയപ്പോൾ ഇത് ചെമ്പുപാളി എന്നാണല്ലോ പറയുന്നത്. ഈ ചെമ്പുപാളി നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ട് ചെമ്പുപാളിയാക്കി മാറ്റാൻ രേഖകളിൽ എത്രയോ കാലങ്ങളായി മാറ്റം വരുത്തുകയാണ്. മാനിപ്പുലേറ്റഡായി എത്രയോ കാലങ്ങളായി ഈ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാത്ത ബുദ്ധി തന്നെ, നിങ്ങൾക്ക് കാഞ്ഞ ബുദ്ധി എന്ന് പറയാതിരിക്കാൻ വയ്യ അല്ലേ?